ഞങ്ങൾ മണാലിയിലെ വൻ വിഹാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അതിനു മുമ്പിൽ കാണുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുമ്പിൽ ധാരാളം ഷാളുകൾ ഫുട്പാത്തിൽ നിരത്തി വെച്ചിട്ടുണ്ട്. അവിടെ ധാരാളം തുണിത്തരങ്ങൾ, ഷോളുകൾ, കമ്പിളിപ്പുതപ്പുകൾ, കോട്ടുകൾ എന്നിവ എല്ലാം ഇവിടെ ലഭിക്കും. അതിൻ്റെ സൈഡിലുള്ള വഴിയോടെ പോയിട്ട് വേണം നമുക്ക് ടിബറ്റൻ മോണാസ്ട്രിയിലേക്ക് പോകുവാനായിട്ട്. ഞാൻ ഇപ്പോൾ ലിസിയുമായി ആ ഭാഗത്തേക്ക് നടക്കുകയാണ്. ആ ഭാഗത്ത് ധാരാളം കാഷ്യൂ നട്ട്സ്, ബദാം, പിസ്ത എന്നിവയുടെ ചില സ്റ്റാളുകളും ഞങ്ങൾ കണ്ടു. ലിസിക്ക് അത് കണ്ടോടുകൂടി വായിൽ വെള്ളമോർന്നു. ഞാൻ പറഞ്ഞു, അതൊരു പക്ഷേ നല്ലതല്ലെങ്കിൽ കാശ് പോയത് മിച്ചമാവും, നോക്കാം, നമുക്ക് ടേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വാങ്ങാം എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു വരവാണ്. ഇപ്പോൾ ഞങ്ങൾ ടിബറ്റൻ മോണാസ്ട്രിയുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതാണ് ടിബറ്റൻ മൊണാസ്ട്രി എന്ന് പറഞ്ഞ സ്ഥലം. നമ്മുടെ വൻ വിഹാർ എന്ന് പറഞ്ഞ വലിയ ബോട്ടാണിക്കൽ ഗാർഡൻ്റെ മുൻപിലായിട്ട് കാണുന്ന, റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്ന ഒരിതാണ്. ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയാണ്. അതിൻ്റെ പിൻഭാഗത്ത് വളരെ ഉയരത്തിൽ കാണുന്ന ഒരു നല്ലൊരു മലനിരകൾ, മഞ്ഞ് മൂടി കിടക്കുന്നൊരു മലനിരകൾ വളരെ രസകരമായി നമ്മുടെ മനസ്സിനെ ആനന്ദിപ്പിക്കും. ഇതൊരു ചെറിയൊരു മാർക്കറ്റാണ്. എല്ലാതരം വസ്തുക്കൾ കിട്ടുന്ന മാർക്കറ്റ്. ഇതാണ് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയാണ്. ഇവിടെ ബുദ്ധമതം അല്പം കാര്യമായിട്ട് ബുദ്ധമതം ഉണ്ട്. ഈ ചക്രം തിരിക്കുമ്പോൾ ഇത് പലതരം മന്ത്രങ്ങളാണ് ഇതിൽ എഴുതി വെച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. നമ്മളിത് തിരിക്കുമ്പോൾ ആ മന്ത്രങ്ങൾ നമ്മൾ ഉരുവിടുന്നതിന് തുല്യമാണ് എന്നാണ് ഇവരുടെ വിശ്വാസം. ഹിമാലയൻ ന്യാൻമപ്പ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി. ഹിമാലയൻ ന്യാൻമപ്പ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയാണിത്. ഈ അമ്പലത്തിനകത്ത് മൊബൈൽ, വീഡിയോ റെക്കോർഡിംഗ് എന്നിവ അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് ഞാൻ അതിനുള്ളിൽ വീഡിയോ റെക്കോർഡ് ചെയ്തില്ല. ഇവിടെ പ്രൊഹിബിറ്റഡ് ആണ് മൊബൈൽ വീഡിയോ. ഈ ചക്രങ്ങൾ തിരിക്കേണ്ടത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ്. അതാണ് അതിൻ്റെ ശരിയായ രീതി. ഓരോ ചക്രത്തിലും ഓരോ മന്ത്രങ്ങൾ അവർ എഴുതി വച്ചിട്ടുണ്ട്. നമ്മളത് തിരിക്കുന്ന മുറയ്ക്ക് ആ മന്ത്രങ്ങൾ നമ്മൾ ഉരുവിടുന്നു എന്നാണ് അവരുടെ വിശ്വാസം. ഓരോ ചക്രത്തിലും വ്യത്യസ്തമായുള്ള മന്ത്രങ്ങൾ കാണാം. ഈ പ്രയർ വീൽ തിരിക്കുന്നതിനോട് നമ്മൾ ആ പ്രാർത്ഥന ചെല്ലുന്നതിന് സമമാണെന്നാണ് ഇവരുടെ വിശ്വാസം.
എന്തായാലും ആ വിശ്വാസം വെച്ചുകിട്ടെ. ഓരോ ചക്രത്തിലും വ്യത്യസ്തമായിട്ടുള്ള ഓരോ മന്ത്രങ്ങളാണ് ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് അങ്ങനെ അവർ തിരിക്കുമ്പോൾ അത് ചെല്ലുന്നതിന് സമമാണെന്ന് പറയുന്നത്. ഇവിടെ നല്ല നിലയ്ക്ക് മന്ത്രചക്രങ്ങൾ തിരിയുന്നുണ്ട് കേട്ടോ. ഇവിടെ മൊണാസ്റ്റി ഭാഗത്ത് ഒരു ക്യാൻറ്റീനുണ്ട്. ഗോംബ റോഡ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഇന്ത്യൻ ഫുഡ്, ചൈനീസ്, ബംഗാളി ഫുഡ്, പഞ്ചാബി താലി, ഗുജറാത്തി താലി എന്നിവയെല്ലാം ഇവിടെ കിട്ടും. ഇവിടെ മൊണാസ്ട്രിയുടെ ഒരു സ്തൂപം നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുമ്പിൽ നിന്ന് ധാരാളം പേർ ഫോട്ടോ എടുക്കുന്നതിന് തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് ഒരല്പം തിരക്ക് കുറവുണ്ട്. അതുകൊണ്ട് ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ സ്തൂപത്തിന് പിന്നിൽ ധാരാളം ശിലാഫലങ്ങൾ കിടക്കുന്നത് ഞങ്ങൾ കണ്ടു. അത്ഭുതം തോന്നി. നമ്മൾ ഈ ബോക്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ബുദ്ധമത കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കല്ലുകളിൽ കുത്തിയിട്ടുള്ള ചില മന്ത്രങ്ങളും തന്ത്രങ്ങളൊക്കെ ആയിരിക്കും. അതാവാനുള്ള സാധ്യത. അതുപോലെ എന്തൊക്കെയോ ചിത്രപ്പണികളും കൊത്തുപണികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ ഈ ശിലാഫലങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ടിട്ടുള്ളതായിരിക്കാം. ഈ ഭാഷ തന്നെ ഏതാണെന്ന് എനിക്കറിയില്ല. ചരിത്രകാരന്മാർക്ക് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുള്ളൂ. എല്ലാ കല്ലുകളിലും പലതരം എഴുത്തുകളുണ്ട്. നമുക്കതെന്താണെന്ന് നമുക്ക് വായിച്ചറിയാൻ നമുക്ക് കഴിവില്ല. പക്ഷെ ഇത് നിറയെ കല്ലുകളുണ്ട്. ആയിരക്കണക്കിന് കല്ലുകളാണ്. ഈ കല്ലുകളിലൊക്കെ ബുദ്ധൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കണം എഴുതപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ അത് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. നോക്കിയാൽ നൂറുകണക്കിന് കല്ലുകൾ. ഇതെഴുതിയ കാലം, എഴുതപ്പെട്ട ആ വ്യക്തികളുടെ അന്നത്തെ സാഹചര്യങ്ങൾ, അതൊക്കെ വിലയിരുത്തുമ്പോഴാണ് നമുക്ക് അവയുടെ വില എത്രമാത്രം ഉണ്ടെന്നറിയുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ചെറിയൊരു രൂപം തന്നെ നോക്കി ഇത് കൊത്തിയെടുക്കാൻ കുറഞ്ഞത് ദിവസങ്ങളോളം തന്നെ എടുത്തിട്ടുണ്ടാവുക. അത് കൊത്തുവാൻ ഉപയോഗിച്ച ആ സാഹചര്യം, ആ ചിത്രകാരൻ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഭാവന, അതെല്ലാം നമുക്ക് ഇപ്പോൾ വിവരിക്കാൻ സാധ്യമല്ല. ധാരാളം ശിലാഫലകങ്ങളാണ് കല്ലുകളിൽ കൊത്തിയിട്ടുള്ളത്. ഇതിന് മുകളിലൊക്കെ ഉണ്ട് ധാരാളം കല്ലുകൾ. നമുക്ക് മുഴുവനായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഞാൻ കാണുന്നതെല്ലാം ഞാൻ വീഡിയോയിൽ പകർത്തുന്നുണ്ട്. നോക്കൂ, എത്ര മഹത്തരമായിട്ടാണ് ഈ കല്ലുകളിലെല്ലാം കൊത്തിയിട്ടുള്ളത്. ഈ ഭാഷ ഏതാണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല, ഇത് ഏതാണ് എന്നുള്ളത്. പക്ഷേ ഈ കല്ലുകളെല്ലാം അമൂല്യമായ കല്ലുകളാണ്. ഇവയിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ചരിത്രങ്ങൾ തന്നെയാണ്. വളരെ വിലപിടിച്ച ചരിത്ര രേഖകളാണ് ഈ കാണുന്നത്. ഇവ പക്ഷേ സൂക്ഷിച്ച രീതി എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം യാതൊരു വിലയും ഇല്ലാത്ത പോലെ ഒരു ഡംപ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു കവാടിക്കാരൻ്റെ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സാധനങ്ങൾ സൂക്ഷിച്ച പോലെ ഒരു അലസമായ രീതിയിലുള്ള ഒരു സൂക്ഷിപ്പാണ് ഇത് കാണുന്നത്. പക്ഷേ ഇതൊക്കെ എഴുതിയ കാലഘട്ടങ്ങൾ, കണ്ടെടുത്ത സ്ഥലങ്ങൾ പലതും മണ്ണിനടിയിൽ നിന്ന് ഖനനം ചെയ്യപ്പെട്ട് എടുത്തിട്ടുള്ളതാവാം. പക്ഷെ അവയെല്ലാം ഇങ്ങനെയല്ല സൂക്ഷിക്കേണ്ടിയിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കാര്യമായിട്ട് വലിയ പുരാവസ്തു ഗവേഷകനൊന്നല്ല, എന്നിരുന്നാലും എൻ്റെ ചെറിയ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. വളരെ
ലാഘവത്തോട് കൂടിയിട്ടാണ് ഇത്രയും വലിയ ഈ ശിലാഫലകങ്ങൾ ഇവിടെ അങ്ങനെ അലസമായിട്ടിട്ടിരിക്കുന്നത്. അതിലെനിക്ക് ഒരു വല്ലാത്തൊരു സങ്കടം എനിക്ക് തോന്നുന്നുണ്ട്. ആ ശില്പി എത്രമാത്രം പവിത്രമായിട്ടാണ് ആ രൂപങ്ങളെല്ലാം കൊത്തിയിട്ടുണ്ടാവുക. പക്ഷെ അത് സൂക്ഷിച്ച ഒരു രീതി കാണുമ്പോൾ ഒരിക്കലും ആ ശില്പി ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വഴിയില്ല. അദ്ദേഹം ഇന്നിപ്പോൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് എത്രമാത്രം വേദന ഉണ്ടാക്കുമെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ചരിത്ര രേഖകളാണിത്. ഞാൻ ഈ ബുദ്ധൻ്റെ ഈ ടെമ്പിൾ ഒന്ന് ജസ്റ്റ് കണ്ടു പോകണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും അതൊരു വളരെ വളരെ വൃത്തിയായിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത്. ഇതൊന്നും അധികം കാലങ്ങളായിട്ടുണ്ടാവില്ല ഈ കൊത്തുപണികളെല്ലാം നടത്തിയിട്ട്. പക്ഷേ അപ്പുറത്ത് കാണുന്നത് അങ്ങനെയല്ല, വളരെ കാലങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തപ്പെട്ടുള്ള ഒരു ചരിത്ര സംഭവങ്ങളാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ആ മലമുകളിലേക്ക് നോക്കുക. എത്ര മനോഹരമായിട്ടാണ് മഞ്ഞ് ആ മലയെ പതുക്കെ പൊതിഞ്ഞ് കൊണ്ടിരിക്കുന്നത്. സൂര്യൻ്റെ ആ കിരണങ്ങളായിട്ട് അവ ഗ്ലൂക്കോസ് പൊടി പോലെ തോന്നും, അല്ലെങ്കിൽ എന്താ പറയുക, കുമ്മായപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടി പോലെയൊക്കെ നമുക്ക് തോന്നും. വളരെ രസകരമായ ഒരു യാത്ര തന്നെയായിരുന്നു ഇന്ന് ഞാൻ നടത്തിയത്. ഞങ്ങൾക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ കൂട്ടുകാരെ, കുളുവിലെ മറ്റു വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ആയുരാരോഗ്യങ്ങൾ നേർന്നുകൊള്ളുന്നു. ടേക്ക് കെയർ. ബൈ ബൈ. സീ യു അഗെയിൻ.